സ്റ്റുഡൻസ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ? വെൻ two or more waves are allowed to pass simultaneously through a continuous medium, they are superimpose one another, then each wave produces its own displacement at any point and the resultant displacement will be the vector sum of their individual displacement. This is called the principle of superposition. അപ്പം ക്ലിയർ ആയ ഒരു ഭാഗമാണിത് അല്ലേ? ഒരു കണ്ടിന്യൂസ് മീഡിയത്തിലൂടെ രണ്ട് വേവ്സ് സൈമിൾട്ടേനിയസ്ലി പാസ് ചെയ്യുമ്പം ആ രണ്ട് വേവ്സും തമ്മിൽ എന്ത് ചെയ്യും? സൂപ്പർ ഇമ്പോസ് ചെയ്യും. അവ തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യും. ഇപ്പോൾ റിസൾട്ടൻ്റ് ആയിട്ടൊരു വേവ് പാറ്റേൺ ഉണ്ടാവും. ആ വേവ് പാറ്റേണിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ഒരു അറ്റ് എ പോയിന്റിലെ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ വേവ്സിൻ്റെ വെക്റ്റർ സം ഓഫ് ദി ഇൻഡിവിജ്വൽ വേവ്സ് ആണ് അതിൻ്റെ റിസൾട്ടൻറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ്. ഇതാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ പറയുന്നത്. അപ്പം ഈ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ്റെ മാത്തമാറ്റിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? റിസൾട്ടൻ്റ് രണ്ട് വേവ്സ് തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ടൻറ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡും അതിൻ്റെ ഫേസ് ഡിഫറൻസും നമ്മൾ മാത്തമാറ്റിക്കലി കണ്ടുപിടിച്ചിട്ടുണ്ട്. ലാസ്റ്റ് ക്ലാസ്സിലെ പോർഷൻ ഒന്നും കൂടി റിവൈസ് ചെയ്ത് നോക്കിയാൽ മതി അതിൽ ഡൗട്ടുള്ള ആൾക്കാർ. അപ്പോൾ നമ്മൾ രണ്ട് വേവ്സിൻ്റെ കേസിൽ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡും ഫേസ് ഡിഫറൻസും നമ്മൾ മാത്തമാറ്റിക്കലി കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ രണ്ട് സ്പെഷ്യൽ കേസസ് ഓഫ് സൂപ്പർപൊസിഷനാണ്. അപ്പോൾ രണ്ട് ടൈപ്പ് സൂപ്പർപൊസിഷൻ ഉണ്ടെന്നാണ് നമ്മുടെ ഫിസിക്സിൽ രണ്ട് ടൈപ്പ് ഓഫ് സൂപ്പർപൊസിഷൻ ഓഫ് വേവ്സ് ഉണ്ട്. ആ രണ്ടെണ്ണം ഡിസ്കസ് ചെയ്യും. പിന്നെ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡാണ് ഇപ്പോൾ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ വേവ് ആണ് ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത്. അപ്പം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് റിസൾട്ടൻ്റ് ഇൻറ്റൻസിറ്റി ഓഫ് ദ വേവ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിനു മുമ്പ് എന്താണ് ഇൻറ്റൻസിറ്റി എന്നൊക്കെ നമുക്ക് അതിനു മുമ്പ് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പം ലാസ്റ്റ് ക്ലാസ്സിൽ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡും ഫേസ് ഡിഫറൻസിൻ്റെ എക്സ്പ്രഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഞാനൊന്നുകൂടി എഴുതാം. ഇതാണ് ആംപ്ലിറ്റ്യൂഡിൻ്റെയും ഫേസ് ഡിഫറൻസിൻ്റെയും എക്സ്പ്രഷൻ. ആംപ്ലിറ്റ്യൂഡ് A². അപ്പം അതിൻ്റെ A കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എന്നിട്ട് സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. അതേപോലെ ഇവിടെ സ്മോൾ a1 സ്മോൾ a2 എന്ന് പറയുന്നത് രണ്ട് വേവ്സിൻ്റെ സൂപ്പർ പൊസിഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ? ഒരു ഇൻഡിവിജ്വൽ വേവ്സിൻ്റെ എന്താണ് ഫേസ് ഡിഫറൻസ് ആണ് φ1 φ2 എന്ന് പറയുന്നത്. ഫസ്റ്റ് വേവിൻ്റെ ഫേസ് ആണ് φ1, സെക്കൻഡ് വേവിൻ്റെ ഫേസ് ആണ് φ2 എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫേസ് ഡിഫറൻസ് റിസൾട്ടൻറ്റ് വേവിൻ്റെ ഫേസ് ഡിഫറൻസ് ആണ് φ1 - φ2 എന്ന് പറയുന്നത്. എന്താണ് ഫേസ് ഡിഫറൻസ് എന്നൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് ആ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും കൂടി എന്താണ് ഓർമ്മയിലേക്ക് വന്നോളൂ. അപ്പം a1 a2 എന്ന് പറയുന്നത് സ്മോൾ a1 സ്മോൾ a2 എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഡിസ്പ്ലേസ്മെൻറ്റ്സ് ഓഫ് ദി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി ടു വേവ്സ് ആണ് a1 a2. ഫൈ കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത് tan ഇൻവേഴ്സ് ഓഫ് a1 sin φ1 പ്ലസ് a2 sin φ2 ബൈ a1 cos φ1 പ്ലസ് a2 cos φ2. അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിറൈവ് ചെയ്തിട്ടുള്ളത്. ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഫേസ് ഡിഫറൻസ് അതായത് φ1 - φ2 ഒരു 2nπ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആണെങ്കിൽ എന്താണ് നമ്മുടെ സൂപ്പർ പൊസിഷൻ്റെ കേസ് എന്ന്. ഇപ്പോൾ കേസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കേസ് 1 രണ്ട് കേസ് സ്റ്റഡീസാണ് ഇപ്പോൾ നടത്താൻ പോകുന്നത്. അപ്പം ഇഫ് φ1 - φ2 ഈസ് 2nπ അതായത് 2π ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ വേർ n is equal to 0 1 2 3 etc. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വേവ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡിൻ്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും നമുക്ക് നോക്കാം. അപ്പോൾ 2π ഡിഫറൻസ് ആണ്. 2π ഇൻ്റഗ്രൽ മൾട്ടിപ്പിളാണ് നമ്മുടെ റിസൾട്ടൻറ്റ് വേവിൻ്റെ ഫേസ് ഡിഫറൻസ് എങ്കിൽ നമ്മുടെ എക്സ്പ്രഷൻ എന്താണ്? ആംപ്ലിറ്റ്യൂഡിൻ്റെ എക്സ്പ്രഷൻ എന്താണ്? ഇറ്റ് ഈസ് a² is equal to a1 square plus a2 square plus 2a1 a2 cos φ1 - φ2 ആണ്. ഓക്കെ, അപ്പം ഇതിൽ φ1 - φ2 2nπ ആണെങ്കിൽ കോസ് ഓഫ് 2nπ എന്താണ്? n is equal to അപ്പോൾ ശ്രദ്ധിക്കണം n is equal to 0 1 2 3 etc. ഇൻറ്റിജേഴ്സ് ആണ് n എന്ന് പറയുന്നത്. ഇൻ്റഗ്രൽ നമ്പേഴ്സ് ആണ് n എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം കോസ് എന്താണ്? 0. ഫസ്റ്റ് കേസ് എന്താ? n 0 ആകുന്ന കേസ് കോസ് 0 is 1, കോസ് 2π is 1, കോസ് സെക്കൻഡ് കേസ് എന്താണ് 2 വരുന്ന കേസ് 4π. അപ്പം
2πൻ്റെ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ, ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആണെങ്കിൽ കോസ് ഓഫ് ദാറ്റ് എന്താ നമ്പർ ഈസ് ഈക്വൽ ടു നമുക്കറിയാം 1 അല്ലേ, കോസ് ഇസ് 1. സോ നമ്മൾ എ സ്ക്വയർ എന്തായിട്ട് മാറി? ഇറ്റ് ഈസ് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് 2a1 a2. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ എന്ത് റിസൾട്ടൻറ്റ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദി വേവ് ഇഫ് ദി ഫേസ് ഡിഫറൻസ് ഇസ് 2n π where n is 0, 1, 2, 3. അപ്പം ഇതെന്താ കാണിക്കുന്നത്? ഇതേ കേസിൽ ഇപ്പം ഈ ഒരു എക്സ്പ്രഷൻ നമുക്കറിയാം എന്തിൻ്റെ എക്സ്പ്രഷനാണ്? ഇറ്റ് ഈസ് a1 പ്ലസ് a2ൻ്റെ ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പ്രഷനാണ് അല്ലേ, a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് 2a1 a2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് a1 പ്ലസ് a2 ഹോൾ സ്ക്വയറാണ്. സോ ഇപ്പോൾ രണ്ട് സൈഡിൽ എന്തുണ്ട്? സ്ക്വയേഴ്സ് ഉണ്ട്. ആ സ്ക്വയേഴ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? a is equal to a1 plus a2. അപ്പം രണ്ട് വേവ്സ് തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കിട്ടുന്ന കേസ് എന്താണ്? ഇഫ് ദി ഫേസ് ഡിഫറൻസ് ഇസ് 2n π where n is equal to 0, 1, 2, 3 etc. then the amplitude of the resultant wave is maximum. So a max is equal to a1 plus a2. ഇതാണ് ഏറ്റവും ആംപ്ലിറ്റ്യൂഡ് കൂടിയ ഒരു പോയിന്റിൽ രണ്ട് വേവ്സ് തമ്മിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്താണ്? a max ഈക്വൽ ടു a1 പ്ലസ് a2. അതിൻ്റെ ഇൻഡിവിജ്വൽ ആംപ്ലിറ്റ്യൂഡ്സിൻ്റെ സമ്മാണ്. അപ്പം ഇതാണ് ഏറ്റവും മാക്സിമം. അത് മാക്സിമം ആവേണ്ട കേസാണ് 2n π. ഫേസ് ഡിഫറൻസ് 2n π ആണെങ്കിൽ മാത്രമേ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവുകയുള്ളൂ. ഇനി ഈ രണ്ട് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നുണ്ട് അല്ലേ, ഈ രണ്ട് വേവ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡ്സ് ഈക്വൽ ആണെങ്കിൽ, ഈക്വൽ ആംപ്ലിറ്റ്യൂഡുള്ള രണ്ട് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ വേണം കേട്ടോ, ഇതാണ് വേവ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇതാണ് നമ്മൾ വേവ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഒരുപാട് ടൈപ്പ് ഓഫ് വേവ്സ് നമുക്ക് പറയാം അല്ലേ. ആംപ്ലിറ്റ്യൂഡ് ഡിഫറൻസ് ഉള്ള വേവ്സ് ആവാം, ഒരേ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇതിൻ്റെ ബേസിൽ നിന്നും മുകളിലേക്കുള്ള ഹൈറ്റിനെയാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ഫ്രം അറ്റ് എ പോയിന്റ് പറയുന്നത്. അപ്പം ആ ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ആയിട്ടുള്ള രണ്ട് വേവ്സ് ആണ് സൂപ്പർ ഇമ്പോസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? a1 ഈസ് ഈക്വൽ ടു a2. സോ നമ്മളെ കേസ് എന്താണ്? a max ഈക്വൽ ടു 2a. ഇതാണ് ഒരേ ആംപ്ലിറ്റ്യൂഡുള്ള രണ്ട് വേവ്സ് സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ അതിന് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന മാക്സിമം ആംപ്ലിറ്റ്യൂഡ്. അത്തരത്തിൽ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആവണമെങ്കിൽ ആ ഒരു പോയിന്റിലെ ഫേസ് ഡിഫറൻസ്, രണ്ട് വേവ്സും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് അല്ലെങ്കിൽ അത് തമ്മിലുള്ള ഒരു ലാഗിങ് അല്ലേ. എന്താണ് ഫേസ് ഡിഫറൻസ് എന്ന് ലാസ്റ്റ് ക്ലാസ്സിൽ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മതി നിങ്ങൾ. ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വേവ്സ് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ്. അതിനെ എന്താണ്, എത്രത്തോളം അത് മറ്റേ വേവ്സുമായിട്ട് ലാഗ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്രത്തോളം അത് മറ്റേ വേവുമായിട്ട് ലീഡ് ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ ഒരു മെഷർമെൻ്റാണ് ഈ ഫേസ് എന്ന് പറയുന്നത്. അപ്പം അത് മാക്സിമം ആവണമെങ്കിൽ അല്ലെങ്കിൽ അത് 2n π ആയിക്കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പം ഇത്തരത്തിലുള്ള സൂപ്പർ പൊസിഷൻ, ഇത്തരത്തിൽ രണ്ട് വേവ്സ് സൂപ്പർ പോസ് ചെയ്യുക അല്ലെങ്കിൽ രണ്ടോ അതിലധികമോ വേവ്സ് സൂപ്പർ പോസ് ചെയ്യുമ്പോൾ ആ ഒരു കേസിന് നമ്മൾ എന്താ പറയുക? we call it as constructive superposition. So the condition for constructive superposition is that the phase difference between the two waves must be an integral multiple of 2π. ഇതാണ് കേസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കേസ് 2 ആണ് അടുത്തത്. If the phase difference is phi1 minus phi2 is ഓഡ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ ആണെങ്കിൽ, എങ്ങനെയാണ് ഓഡ് ഇൻ്റഗ്രൽസിനെ നമ്മൾ 2n + 1 ആണ് ഡിനോട്ട് ചെയ്യുക അല്ലേ, ഫ്രം വേർ n is equal to 0, 1, 2, 3. അപ്പം ഓഡ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ ആണെങ്കിൽ വേർ n is equal to 0, 1, 2, 3 etc. ഇഫ് പൈൻ്റെ ഓഡ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആണ് ഫേസ് ഡിഫറൻസ് ഓഫ് ദി ടു വേവ്സ് എങ്കിൽ നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും എന്ന് നമുക്ക് നോക്കാം. നമ്മൾ a² ഈക്വൽ ടു സെയിം എക്സ്പ്രഷനിൽ ഈ ഒരു എന്ത് കൊടുത്താൽ മതി? ഈ ഒരു ഫേസ് ഡിഫറൻസ് ഇട്ട് കൊടുത്താൽ മതി. a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് 2a1 a2 കോസ് ഓഫ് എന്താ 2n + 1 π. ഇതാണ് നമ്മുടെ ഫേസ് ഡിഫറൻസ്. അപ്പോൾ നമുക്കറിയാം 2n + 1 πയിൽ 0 ഇട്ട് എടുക്കാം. ഫസ്റ്റ് കേസ് n ഈക്വൽ ടു 0. n ഈക്വൽ ടു 0 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പൈ, കോസ് ഓഫ് പൈ കിട്ടും അല്ലേ. കോസ് ഓഫ് pi. What is cos of pi? It is -1. Next cos of next case 1 ഇട്ട് കൊടുക്കുക അല്ലേ. cos of 3π എന്ന് കിട്ടും അല്ലേ. 2 + 1 3π. It is -1. ഇത്തരത്തിൽ നമ്മൾ എന്നിന് മറ്റ് വാല്യൂസ്, മറ്റ് ഇൻറ്റഗ്രൽ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ഗെറ്റ് a² is equal to a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ്
സോറി a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ മൈനസ് 2a1 a2. ഇത് എന്തിൻ്റെ എക്സ്പ്രഷനാണ്? ഇറ്റ് ഇസ് a1 മൈനസ് a2 ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പ്രഷനാണ്, ഇതിൻ്റെ എക്സ്പാൻഷനാണ് ഇത്. സോ നമ്മൾ എ എന്താണ്? റിസൾട്ടൻറ്റ് ആംപ്ലിറ്റ്യൂഡ് എന്തായിരിക്കും? a1 മൈനസ് a2. ഇറ്റ് ഈസ് ദി സിംപ്ലി എന്ത്? ഇറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി ടു ഇൻഡിവിജ്വൽ ആംപ്ലിറ്റ്യൂഡ്സ്. സോ ഇത്തരത്തിലുള്ള ഒരു സൂപ്പർ പൊസിഷനെ നമ്മൾ ഡിസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ എന്നാണ് വിളിക്കുന്നത്. അപ്പം ഈ ഒരു കേസിൽ രണ്ട് വേവ്സ് നേരത്തെ നമ്മൾ കണ്ടുപോലെ തന്നെ, അപ്പോൾ രണ്ട് വേവ്സ് തമ്മിൽ ഫേസ് ഡിഫറൻസ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ ആണെങ്കിൽ അതിൻ്റെ റിസൾട്ടൻറ്റ് ആംപ്ലിറ്റ്യൂഡ് അറ്റ് ദാറ്റ് പോയിന്റ് ഓഫ് ദീസ് ടു സൂപ്പർപോസിങ് വേവ്സ് ഇസ് a1 മൈനസ് a2. ഇഫ് ദി ആംപ്ലിറ്റ്യൂഡ്സ് ഓഫ് ദി ടു വേവ്സ് ഇസ് സെയിം, അതായത് a1 ഈക്വൽ ടു a2 is equal to some a, then a can be resultant amplitude of the wave is a1 minus a2 ആണ് നമ്മുടെ resultant amplitude if the phase difference is 2n plus 1 pi. ഓക്കെ, അപ്പം ആ കേസിൽ നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. സോ ഇതാണ് നമ്മൾ എന്ത് കേസ്? ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്നാണ് വിളിക്കുന്നത്. പോയിന്റിൽ രണ്ട് വേവ്സ് സൂപ്പർപോസ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടൻ്റ് ആംപ്ലിറ്റ്യൂഡ് 0 ആവുന്ന കേസിനെയാണ് നമ്മൾ ഡിസ്ട്രക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് വിളിക്കുക. So the condition for destructive superposition is that the phase difference between the two waves must be an odd integral multiple of pi. So ഇതാണ് കേസ് 2. അപ്പോൾ നമ്മൾ എന്തൊക്കെ കണ്ടുപിടിച്ചു? നമ്മൾ ഡിസ്ട്രക്റ്റീവ് സൂപ്പർപൊസിഷനും കൺസ്ട്രക്റ്റീവ് സൂപ്പർപൊസിഷനും പഠിച്ചു കഴിഞ്ഞു. അപ്പം ഇത് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ആണ്. ഓക്കെ, ഇൻ ഫിസിക്സ് നമ്മൾ ഇൻറ്റൻസിറ്റി എന്തായിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ഇൻറ്റൻസിറ്റി ഓഫ് എ വേവ് ഇസ് ഡിഫൈൻഡ് ആസ് ദി ടോട്ടൽ എനർജി ക്യാരിഡ് ബൈ ദാറ്റ് വേവ് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് സെക്കൻഡ്. അപ്പം എനർജി പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് സെക്കൻഡ് ഓഫ് എ വേവിനെയാണ് നമ്മൾ ഇൻറ്റൻസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പം ആംപ്ലിറ്റ്യൂഡിനേക്കാളും ഒരു വേവിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇൻറ്റൻസിറ്റിയാണ്. അപ്പോൾ ആ ഒരു വേവ് ക്യാരി ചെയ്യുന്ന എനർജി പെർ യൂണിറ്റ് ടൈം പെർ യൂണിറ്റ് ഏരിയനെയാണ് നമ്മൾ ഇൻറ്റൻസിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പം നമ്മൾ ഇൻറ്റൻസിറ്റിയും ആംപ്ലിറ്റ്യൂഡും എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ടുള്ളത്? ഇൻറ്റൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ ഓഫ് എ വേവ്. ഇതാണ് നമ്മുടെ ഫിസിക്സിലെ ഒരു കൺവെൻഷൻ എന്ന് പറയുന്നത്. അപ്പം ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ഇൻറ്റൻസിറ്റി ആയിട്ട് റിലേറ്റഡ് ആണ്. അപ്പോൾ ഒരു വേവിൻ്റെ എനർജി, അപ്പം എന്താണ് എനർജിയാണ് ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്. അപ്പം ആംപ്ലിറ്റ്യൂഡ് കൂടുമ്പം അതിൻ്റെ എനർജി കൂടും, അതിൻ്റെ എന്തും കൂടും? ഇൻറ്റൻസിറ്റിയും കൂടുന്നു നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം ഇൻറ്റൻസിറ്റി എന്താണ്? ഇറ്റ് ഈസ് ദി എനർജി പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം. അപ്പോൾ അത് ആംപ്ലിറ്റ്യൂഡ് സ്ക്വയറുമായിട്ട് റിലേറ്റഡ് ആണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. സോ നമുക്ക് I1 പ്രൊപ്പോർഷണൽ ടു a1 സ്ക്വയർ, I2 അല്ലേ? ഇതെന്താണ് I1 I2 എന്ന് പറയുന്നത്? നമ്മൾ സൂപ്പർ പൊസിഷൻസ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷനാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഫസ്റ്റ് വേവിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എനർജി പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈം, അത് പെർ യൂണിറ്റ് ഏരിയ പെർ യൂണിറ്റ് ടൈമിൽ ഒരു യൂണിറ്റ് സെക്കൻഡിൽ അത് ക്യാരി ചെയ്യുന്ന എനർജി ഓഫ് ദാറ്റ് വേവ് എന്താണ്? a1 സ്ക്വയർ. അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയർ, ഫസ്റ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് സ്ക്വയറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. ഇതുപോലെ തന്നെ സെക്കൻഡ് വേവിൻ്റെ ഇൻറ്റൻസിറ്റി എന്ന് പറയാം I2 എന്ന് പറയുന്നത് സെക്കൻഡ് വേവിൻ്റെ ഒരു പോയിന്റിലുള്ള ആംപ്ലിറ്റ്യൂഡ് സ്ക്വയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. ഓക്കെ, ഇത്തരത്തിൽ നമ്മൾ റിസൾട്ടൻ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അല്ല, ഇൻറ്റൻസിറ്റി എന്തായിരിക്കും? ഇത്തരത്തിൽ റിസൾട്ടൻ്റ് വേവിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഇപ്പോൾ എന്തായിരിക്കും? ഇൻറ്റൻസിറ്റി ഇസ് ഈക്വൽ ടു, ഇറ്റ് ഇസ് നമുക്കറിയാം ഇൻറ്റൻസിറ്റിയും ആംപ്ലിറ്റ്യൂഡും ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ് അല്ലേ? a സ്ക്വയർ, എന്ന് ഞാൻ ക്യാപിറ്റൽ വേണമെങ്കിൽ നമുക്ക് എഴുതാം അല്ലേ? ക്യാപിറ്റൽ എന്ന് എഴുതാം. അപ്പം റിസൾട്ടൻ്റ് വേവിൻ്റെ ഇൻറ്റൻസിറ്റി അപ്പോൾ എന്തായിരിക്കും? ഇറ്റ് ഇസ് a1 സ്ക്വയർ പ്ലസ് a2 സ്ക്വയർ പ്ലസ് 2a1 a2 കോസ് 5 1 മൈനസ് 5 2 ആണ് അല്ലേ? അപ്പോൾ നമുക്ക് a1 സ്ക്വയറിൻ്റെയും a2 സ്ക്വയറിൻ്റെയും സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? വി ക്യാൻ റൈറ്റ് I1 അല്ലേ? I1 എന്ന് കൊടുക്കാം. അപ്പം we can write a1 സ്ക്വയറിന് പകരം I1 പ്ലസ് a2 സ്ക്വയറിന് പകരം I2 പ്ലസ് 2a1 a2 ആണ് അല്ലേ? a1 എന്ന് പറയുന്നത് അപ്പോൾ എന്തായിരിക്കും? a1 is equal to root I1 എന്ന് എഴുതാം, a2 പ്രൊപ്പോർഷണൽ ടു റൂട്ട് ഓഫ് I2. അപ്പം എന്താണ്? അപ്പോൾ ഇതിനൊക്കെ പകരം നമുക്ക് റൂട്ട് ഓഫ് I1 റൂട്ട് ഓഫ് I2 കോസ് 5 1 മൈനസ് 5 2 എന്ന് നമുക്ക് എഴുതാം. ഇതാണ് നമ്മളെ ഇൻറ്റൻസിറ്റീൻ്റെ എക്സ്പ്രഷൻ. അപ്പം ഫിസിക്സിൽ
ആംപ്ലിറ്റ്യൂഡിനേക്കാളും ഇമ്പോർട്ടൻറ്റ് ആ ഒരു വേവ് ക്യാരി ചെയ്യുന്ന എനർജിക്ക് ആയതുകൊണ്ടാണ് നമ്മൾ ഇൻറ്റൻസിറ്റീൻ്റെ ടേമിലേക്ക് ആംപ്ലിറ്റ്യൂഡിൻ്റെ എക്സ്പ്രഷൻ മാറ്റി എഴുതുക. അപ്പോൾ ഇതാണ് നമ്മളെ റിസൾട്ടൻറ്റ് ഇൻറ്റൻസിറ്റി ഓഫ് ദി two waves superimpose one another. The resultant intensity can be written as this. So, ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടു കേസ് 1ലും കേസ് 2 മാക്സിമം ആംപ്ലിറ്റ്യൂഡ് കേസും മിനിമം ആംപ്ലിറ്റ്യൂഡിൻ്റെ കേസും നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. സെയിം ഫേസ് ഡിഫറൻസ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ കേസ് 1 ആയിട്ട് ഇഫ് φ1 minus φ2 is equal to 2n pi, where n is equal to 0, 1, 2, 3, etc. Then I is equal to what? I1 plus I2 plus 2 root of I1 I2. Okay. If A1 is equal to A2, അതായത് ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ആണെങ്കിൽ, രണ്ട് വേവ്സിൻ്റെ ആംപ്ലിറ്റ്യൂഡ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം ഇൻറ്റൻസിറ്റീസും സെയിം ആണ് അല്ലേ. ഇൻറ്റൻസിറ്റീസും സെയിം ആണ് അറ്റ് ദാറ്റ് പോയിന്റിൽ. സോ നമ്മുടെ ഇൻറ്റൻസിറ്റി എന്തായിട്ട് മാറും? ഇൻറ്റൻസിറ്റി I1 is equal to I2 ആണ്. സോ I is equal to I1 plus I2ന് പകരം I1 തന്നെ എഴുതാം. √2 root I1 square. അപ്പം എന്താണ്? അപ്പം റൂട്ട് ഓഫ് I1 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I1 തന്നെയാണ്. അപ്പം I1 plus I1 plus 2I1, അപ്പം 4I1 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇതാണ് മാക്സിമം ഇൻറ്റൻസിറ്റി കേസ്. അപ്പം I max എന്താണ്? മാക്സിമം I max is equal, we can write ഇത് I maxൻ്റെ കേസാണ് കേട്ടോ. I max is equal to 4I. ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ വേവിൻ്റെ 4 times ഇൻഡിവിജ്വൽ വേവിൻ്റെ ഇൻറ്റൻസിറ്റിയാണ് മാക്സിമം വേവ്. ഇപ്പോൾ കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ്റെ കേസിൽ മാക്സിമം ഇൻറ്റൻസിറ്റി ഇസ് 4I. ഓക്കെ, ഇതേ കേസ് നമ്മൾ എന്താണ്? ഡിസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷനിൽ φ1 minus φ2 is equal to 2n plus 1 pi അല്ലേ. ഓഡ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് പൈ, വേർ n is equal to 0, 1, 2, etc. ആ കേസിൽ we will get I minimum as in the 0. ഇൻറ്റൻസിറ്റി 0 ആയിരിക്കും ആ ഒരു കേസിൽ. കാരണം രണ്ടിൻ്റെയും ആംപ്ലിറ്റ്യൂഡ് സെയിം ആണ്. ആംപ്ലിറ്റ്യൂഡും ഇൻറ്റൻസിറ്റി എങ്ങനെ? ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എക്സ്പ്രഷനിൽ എന്ത് കിട്ടും? I1 plus I1 minus 2I1 എന്ന് കിട്ടും. അപ്പോൾ ഇപ്പം 2I1ഉം ക്യാൻസൽ ചെയ്ത് ഫൈനലി വി വിൽ ഗെറ്റ് I minimum, ഇൻറ്റൻസിറ്റി മിനിമം ഈക്വൽ ടു 0. സോ കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ്റെയും ഡിസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷൻ്റെയും മറ്റൊരു പ്രോപ്പർട്ടി നമുക്ക് കിട്ടി. അതിൻ്റെ ഫസ്റ്റ് കേസിൽ കൺസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷനിൽ ആംപ്ലിറ്റ്യൂഡ് മാക്സിമം ആയിരിക്കും. പിന്നെ എന്ത് മാക്സിമം ആണ്? I max. ഇൻറ്റൻസിറ്റി ഈസ് ഓൾസോ മാക്സിമം. ഇൻറ്റൻസിറ്റി ഈസ് 4 times I, 4 times ദി ഇൻഡിവിജ്വൽ ഇൻറ്റൻസിറ്റി. അതേപോലെ ഡിസ്ട്രക്റ്റീവ് സൂപ്പർ പൊസിഷനിൽ ആംപ്ലിറ്റ്യൂഡ് ഇസ് മിനിമം, ഓൾസോ ഇൻറ്റൻസിറ്റി ഈസ് മിനിമം. അപ്പം ഇത്രയാണ് നമ്മളെ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഓഫ് 2 വേവ്സ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇൻ്റർഫറൻസ് എന്നുള്ള പോർഷനിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷനാണ്. അപ്പോൾ സൂപ്പർ പൊസിഷൻ എന്താണ്? സൂപ്പർ പൊസിഷൻ ഒരു കണ്ടിന്യൂസ് മീഡിയത്തിലൂടെ രണ്ട് വേവ്സ് സൈമിൾട്ടേനിയസ്ലി പാസ് ചെയ്യുമ്പം അതിനുണ്ടാകുന്ന സൂപ്പർ പൊസിഷൻ, അത് രണ്ടും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സൂപ്പർ പോസ് ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിളാണ് ഇത്. അപ്പോൾ ഇത് മുന്നോട്ടുള്ള ഇൻ്റർഫറൻസ് എന്നുള്ള പോർഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. ഓക്കെ.